പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ 10 വിട പറഞ്ഞ് മൂന്നാമത്തെ 10 നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഒരു നിമിഷങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഈ പുണ്യമായ റമദാൻ മാസം അനുകൂലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധമായ റമദാനിൻ്റെ സുന്ദരമായ ഈ ദിവസത്തിൽ നമ്മൾ ഒരു ദുആ മറക്കാതെ പറയണം. ഈ ദുആ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം അല്ലാഹു തആല ഈ പറയുന്ന ദുആ പറയുന്നവരെ ഔലിയാക്കന്മാരുടെ ഗണത്തിൽപ്പെടുത്തി ഔലിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ കടത്തുമെന്നാണ്. അത്രമാത്രം പവറുള്ള എഫക്റ്റീവായൊരു ദുആയാണ്. കൂട്ടത്തിൽ അടുക്കളയിൽ ജോലിക്ക് കയറുന്ന, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അടുക്കളയിൽ സമൂസ ഉണ്ടാക്കാനും ഉന്നക്കായ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ അതുപോലെ പത്തിരിയോ ഇറച്ചിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കയറുന്ന എല്ലാ ഉമ്മമാരും ഇന്നു മുതൽ ഈ വാചകം പറയാതെ നിങ്ങൾ പാത്രത്തിൽ തൊട്ടുപോകരുത്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ ഭയങ്കര അപകടമുണ്ടാകും. ഏതാണ് ആ വാക്ക്? ഇന്നു മുതൽ ഈ വാക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരും ഉമ്മമാരും നിത്യമാക്കി കഴിഞ്ഞാൽ ദുന്യാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. അപ്പം റമദാനിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഈ വാക്ക് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഏതാണ് ആ വാക്ക്, എങ്ങനെയാണ് പറയേണ്ടത്, വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അവസാനം വരെ കാണാൻ മറക്കണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ നമുക്ക് പ്രയാസങ്ങളും സങ്കടങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാം ഈ റമദാനിൻ്റെ പോരിശ കൊണ്ട് അതെല്ലാം മാറ്റിത്തന്ന് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്തും സലാമത്തും നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാൻ, ആ റമദാനിൻ്റെ 19ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്ന് 19ാമത്തെ ദിവസമാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി 20ാം രാവ് വരുന്നു. അൽഹംദുലില്ലാഹ്, 20ാം രാവ്. അതായത് മഗ്ഫിറത്തിൻ്റെ 10 വിട പറഞ്ഞ് നരകമോചനത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ 10 ദിനങ്ങൾ നമ്മളിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാനിൽ ചൊല്ലുന്ന ആ പുണ്യമായ ദിക്റുകൾ ഒന്ന് ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് വിശുദ്ധമായ റമദാനിൻ്റെ 19ാമത്തെ ദിവസമാണല്ലോ. ഈ റമദാനിൻ്റെ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങൾ, ഈ 30 വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും സ്പെഷ്യലായി നമ്മൾ പറയേണ്ട ചില ദുആകളുണ്ട്. അത് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. ആ എല്ലാ ദിവസവും പറയേണ്ട ദുആകൾ നമ്മൾ തൽക്കാലം നമ്മുടെ ഓരോ ദിവസത്തെയും വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. വേറൊന്നുമല്ല, അതൊക്കെ ഒരുപാട് ദൈർഘ്യമുള്ള ദുആകളാണ്. പിന്നെ സാധാരണക്കാരായ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, വാപ്പമാർ, നിങ്ങളൊക്കെ സാധാരണക്കാരാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ ദുആ ചുമ കേട്ടുപോകാനേ പറ്റുള്ളൂ. അല്ലാതെ അത് കൂട്ടത്തിൽ ചൊല്ലാൻ ഒരുപാട് പറഞ്ഞു തരേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ശ്രദ്ധയോടെ ഇടിക്കേണ്ടി വരും. ഇപ്പോൾ വിശുദ്ധമായ റമദാനാണ്, നമ്മൾ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ സാധാരണ ചൊല്ലുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ വീഡിയോകളൊക്കെ എടുത്തു നോക്കിയാൽ സാധാരണ നമ്മൾ നിത്യമായി ചൊല്ലുന്ന ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊക്കെയാണ് നമ്മൾ ചൊല്ലുന്നത്. അല്ലാതെ ഒരുപാട് വെറൈറ്റി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ദുആയൊന്നും ദിക്റൊന്നും നമ്മൾ സാധാരണ പറയാറില്ല. കാരണം ഒരുപാട് ഹദീസുകളിലും ഖുർആനിലൊക്കെ വന്നിട്ടുള്ള വാരിദായ നബിതങ്ങളും സ്വഹാബിമാരൊക്കെ ചെയ്തു വന്ന ദുആകളും ദിക്റുകളും ഒക്കെയാണ് നമ്മൾ വൈകുന്നേരത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. അതാണ് നമുക്ക് ചൊല്ലാൻ എളുപ്പം. അതൊക്കെ ചൊല്ലിയാലാണ് ഒരു കൂടുതൽ പ്രതിഫലം. പ്രത്യേകിച്ച് റമദാനിൽ ഓരോ ദിവസവും ചെല്ലേണ്ട ദിക്റുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റമദാനിൻ്റെ ഇന്നത്തെ 19ാമത്തെ ദിവസമാണ്, റമദാൻ 19. ഇന്നത്തെ ദുആ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. വേറൊന്നുമല്ല, ഈ ദുആ ഔലിയാക്കന്മാർ ചൊല്ലിയ ദുആയാണ്. ഔലിയാക്കന്മാരുടെ പദവിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന ദുആയാണ്. ഔലിയാക്കന്മാരുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്നൊരു ദുആയാണ്. അതുകൊണ്ട് അത്രമാത്രം ശ്രേഷ്ഠത ഉള്ളതുകൊണ്ട്
എൻ്റെ ഉമ്മമാർക്കും വാപ്പമാർക്കും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദുആ ഞാൻ പറഞ്ഞു തരാം. ഈ ദുആയിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, ഫളീലത്തുണ്ട്. അല്ലാഹു തആല ഈ ദുആ നമുക്ക് കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല, കണ്ട് തന്നെ നമുക്കിത് നിങ്ങൾക്ക് നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ തന്നെ കണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ഈ ദുആ പറയുക. ഇത് സാധാരണ ഇന്നത്തെ ദിവസം 3 വട്ടമെങ്കിലും പറഞ്ഞാൽ ഒരുപാട് ഗുണമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആയിലേക്ക് കടക്കാം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ജഅൽനി മുഹിബ്ബൻ ലി ഔലിയാഇക വമുആദിയൻ ലി അഅദാഇക മുതമസ്സികം ബിസുന്നതി ഖാതമി അംബിയാഇക യാ ആസിമ ഖുലൂബിൻ നബിയ്യീൻ. ഇതാണ് ആ ദുആ. ഈ സാവകാശം നിർത്തി പറഞ്ഞുതരാം. അല്ലാഹുമ്മ ഇജ്അൽനി മുഹിബ്ബൻ ലി ഔലിയാഇക. അല്ലാഹുവേ, എന്നെ നിന്റെ ഔലിയാക്കളെ ഇഷ്ടം വെക്കുന്ന ആളുകളുണ്ട്, ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവർ, ആ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഇജ്അൽനി മുഹിബ്ബൻ ലി ഔലിയാഇക. രണ്ടാമത്തെ വാക്ക് വമുആദിയൻ ലി അഅദാഇക. അല്ലാഹുവേ, നിന്റെ ശത്രുക്കളോട് പോരാടുന്നവനാക്കണേ. അള്ളാഹുവിൻ്റെ ശത്രു ആരാണ്? ഇബ്ലീസ്, ശൈത്വാൻ, അല്ലേ, പിശാജ്. അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് പോരാടുന്നവൻ, ഇബ്ലീസിനോട് യുദ്ധം ചെയ്യുന്നവരായി നമ്മളെ അള്ളാഹു താല മാറ്റണേ, അള്ളാഹുവെ മാറ്റണേ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ മുത്തമസ്സികൻ ബിസുന്നതി ഖാതമി അംബിയാഇക. മുത്തമസ്സികൻ ബിസുന്നതി ഖാതമി അംബിയാഇക. അല്ലാഹുവേ, പ്രവാചകന്മാരുടെ ഹൃദയങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന പടച്ചവനെ, നിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകൾ, നബിതങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നവരായി എന്നെ നീ മാറ്റണേ അല്ലാ. അപ്പോൾ മുത്തമസ്സികൻ ബി സുന്നതി ഖാതമി അംബിയാഇക യാ ആസിമ ഖുലൂബിൻ നബിയ്യീൻ. എങ്ങനെ? യാ ആസിമ ഖുലൂബിൻ നബിയ്യീൻ. അല്ലാഹുവേ, പ്രവാചകന്മാരുടെ ഹൃദയങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന നാഥാ, നിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇതാണ് ആ ദുആ. ഒന്ന് ആദ്യം തൊട്ട് പറയാം. അല്ലാഹുമ്മ ജഅൽനി മുഹിബ്ബൻ ലി ഔലിയാഇക വമുആദിയൻ ലി അഅദാഇക മുതമസ്സികം ബിസുന്നതി ഖാതമി അംബിയാഇക യാ ആസിമ ഖുലൂബിൻ നബിയ്യീൻ. ഇതാണ് ആ ദുആ. അൽഹംദുലില്ലാ, നല്ലൊരു ദുആയാണിത്, വളരെ എഫക്റ്റീവായ ഒരു ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ദിവസം ഈ ദുആ പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് കിട്ടാനുണ്ടോ അത് മുഴുവനും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാനാണ്. റമളാനിൻ്റെ രണ്ടാമത്തെ 10 നമ്മളോട് വിടപെടാൻ ഒരുങ്ങി നിൽക്കുന്നു. ഇനി 3-ാമത്തെ 10 നമ്മളിലേക്ക് വരുന്നു. ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ നോമ്പു തുറയുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ നിങ്ങൾ പാത്രം കഴുകുന്നവരാണ്, അല്ലെ, പാത്രങ്ങൾ അടുക്കി വെക്കുന്നവരാണ്, പാത്രം എടുക്കുന്നവരാണ്, ഭക്ഷണം സാധനങ്ങളൊക്കെ കഴുകാൻ വേണ്ടി പാത്രത്തിലേക്ക് ഇടുന്നവരാണ്. നിങ്ങൾ ഈ പാത്രം എടുക്കുന്ന സമയത്തൊക്കെ ഈ വാക്ക് നിങ്ങൾ പറയാൻ മറക്കരുത്. ഏത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയ്യേ, ഇതാണോ ഉസ്താദ്? ഇത് ഞങ്ങൾ പറയാറുണ്ട്. പറയണം. കാരണം നമ്മൾ ഈ പാത്രം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കഴുകിയിട്ടൊക്കെ ആയിരിക്കും എടുക്കുക. എന്നാലും അള്ളാഹുവിൻ്റെ പരീക്ഷണം ഏത് രൂപത്തിൽ വരുമെന്ന് അറിയാൻ പറ്റൂല. ഇന്നിപ്പോൾ എത്രയോ കുട്ടികളാണ് ഈ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പഴകിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മരണപ്പെട്ടു പോകുന്നത്. ഒരുപക്ഷെ ആ മരണപ്പെട്ടവർ കഴിക്കുന്നത് പോലെ, അവർ കഴിച്ചതുപോലെയുള്ള പൂപ്പൽ പിടിച്ചതും പായൽ പിടിച്ചതും ബാക്ടീരിയ ഉള്ളതും വൈറസ് ഉള്ളതുമായ ഭക്ഷണമൊക്കെ പലപ്പോഴും നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടാകും ഫ്രിഡ്ജിൽ വെച്ചത്. പക്ഷെ നമുക്ക് അല്ലാഹു തആല അതുപോലുള്ള ഒരു പ്രയാസം തരാത്തത് നമ്മൾ ചൊല്ലിയ ബിസ്മിയുടെ ബർക്കത്ത് കൊണ്ടാവാം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾ അടുക്കളയിൽ പാത്രം എടുക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ ഭക്ഷണം പാത്രത്തിലേക്ക് ഇടുമ്പോഴൊക്കെ, നമ്മൾ മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴൊക്കെ എന്ത് പറയണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം പറയാൻ മറന്നു പോകരുത്. അത് ഭയങ്കര എഫക്റ്റീവായൊരു വാചകമാണ്, ഭയങ്കര എഫക്റ്റീവായൊരു വാചകമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ദുന്യാവും ആഖിറവും വിജയിക്കാൻ
അവൻ ബിസ്മി പതിവാക്കിയാൽ മതി. ഒരാൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ബിസ്മില്ലാ എന്ന് പറയുന്നുണ്ടോ എങ്കിൽ അവൻ ആഖിറത്തിലും ദുനിയാവിലും വിജയിച്ചവനാണെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഈ വാചകം നിങ്ങൾ പറയാതെ പോകരുത്. എന്ത് നല്ല കാര്യം ചെയ്താലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് മാത്രമല്ല വാപ്പമാരും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ആ സുന്ദരമായ വചനം നമ്മൾ മറക്കാൻ പാടില്ല. അല്ലേ? എത്രയോ നേട്ടങ്ങളാണ് ഈ ബിസ്മി പറഞ്ഞാൽ കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ പണ്ട് അതൊക്കെ വിശദമായി നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ, ഒരു പെണ്ണ്, അവൾ പാത്രം കഴുകിയതിന് ശേഷം ബിസ്മി പറഞ്ഞാണ് ആ പാത്രം വെക്കുന്നതെങ്കിൽ അതിൽ അല്ലാഹു തആല ഉപദ്രവകരമായ ഒരു ജീവിയെയും പ്രവേശിപ്പിക്കൂല. മാത്രമല്ല ആ പാത്രം എത്ര നാൾ ഇവൾ ഉപയോഗിക്കുന്നുവോ അതിനനുസരിച്ച് അല്ലാഹു തആല കൂലി കൊടുക്കുന്നതാണ്. ഒരു മഹാൻ അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് പടച്ചോനോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ഉറക്കത്തിൽ എനിക്കൊരു സ്വപ്നം നീ കാണിച്ചു തരണം. എന്താണ് സ്വപ്നം? ഒരു വാചകം, ആ വാചകം ഞാൻ പറഞ്ഞാൽ എൻ്റെ ദുന്യാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. അങ്ങനത്തെ ഒരു വാചകം നീ എനിക്ക് സ്വപ്നത്തിൽ അറിയിച്ചു തരണേ എന്ന് മനസ്സിലൊക്കെ ദുആ ചെയ്തിട്ട് അദ്ദേഹം കിടന്നുറങ്ങി. അപ്പൊ അന്നത്തെ ദിവസം അദ്ദേഹം സ്വപ്നം കണ്ടത് ഏതാണ്? ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വചനമാണ്. ആ വചനം ചൊല്ലിയാൽ എന്താണ്? അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. വെള്ളം കുടിക്കുന്നു, നമ്മൾ ഗ്ലാസ് എടുക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, ചെരുപ്പിടുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ കച്ചവടത്തിന് പോകുന്നു, വീട്ടിലേക്ക് കിടക്കുന്നു. എന്ത് നല്ല കാര്യം ചെയ്താലും അപ്പോൾ പറയണം എന്ത്? ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അതിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്നാണ്. ആ കാര്യത്തിലും ബറക്കത്തുണ്ടാകും, ഇത് നിത്യമായി ചൊല്ലുന്നവരിലും അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അപ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചൊല്ലാൻ മറന്നു പോവണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ നബിതങ്ങൾ സ്വർഗം നരകമൊക്കെ കാണാൻ വേണ്ടി പോയല്ലോ. അപ്പോൾ സ്വർഗത്തെ കാണാൻ വേണ്ടി നബിതങ്ങൾ ചെന്നു. സ്വർഗത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ വിശാലമായ 4 നദികൾ നബിതങ്ങൾ കണ്ടു എന്നാണ്. ഒന്ന് നെഹ്റും മിനൽ മാ, വെള്ളത്തിൽ നിന്നുള്ള ഒരു നദിയാണ്. അതുപോലെ നെഹ്റും മിനൽ ലബൻ, ശുദ്ധമായ പാൽ ഒഴുകുന്ന നദിയാണ്. അതുപോലെ നെഹ്റും മിനൽ ഖംർ, കള്ള് മദ്യത്തിൻ്റെ പുഴ ഒഴുകും. മദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും നമ്മുടെ ദുനിയാവിലെ മദ്യത്തിൻ്റെ ഒരു വാസനയും അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മ വരും. അങ്ങനത്തതല്ല, ദുനിയാവിലെ മദ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു പാനീയം നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? മദ്യം എന്ന് പറയുന്നു, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അല്ലേ? ഇപ്പോൾ ലോകം എടുത്തു നോക്കിയാൽ ലോകത്തിലെ പകുതി ജനങ്ങളും കള്ള് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, കള്ളിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അത് കുടിച്ചിട്ടുള്ളവരുമായിരിക്കും. അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്തിന്? കള്ള് കുടിക്കാൻ. എന്നതുപോലെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വെള്ളം, അത് ഇവിടുത്തെ കള്ളല്ല, ഇവിടുത്തെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. പിന്നെയോ നെഹ്റു മിനൽ ഗുസ്ൽ, തേനിൻ്റെ ഒരു പുഴയുണ്ട്. അപ്പോൾ ഈ 4 പുഴയും ഇങ്ങനെ ഒഴുകി ഇങ്ങനെ കളകളാരവ മുഴക്കി ഇങ്ങനെ പോകുമ്പോൾ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിച്ചു, ജിബ്രീലെ ഈ പുഴകളൊക്കെ എവിടെന്നാ വരുന്നത്? ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, നബിയെ അതിനെപ്പറ്റി എനിക്കറിയില്ല, നിങ്ങൾ ദുആരക്ക്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ദുആരെന്ന് പറച്ചോനെ ഇതിൻ്റെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? നബിതങ്ങൾ ദുആ ചെയ്തപ്പോൾ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വലിയ ഒരു കൊട്ടാരം വന്ന് നിന്നു എന്നാണ്. ഒരു കൊട്ടാരം. നബിതങ്ങൾ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടെ വലിയ രൂപത്തിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള വലിയ അക്ഷരത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എഴുതി വെച്ചിരിക്കുന്നു. അതിൻ്റെ ബിസ്മിയുടെ ബായിൽ നിന്നാണ് ഈ വെള്ളത്തിൻ്റെ പുഴ ഒഴുകുന്നത്. അതുപോലെ തന്നെ ബിസ്മില്ല, ആ അള്ളാഹ് എന്ന വാക്കിൽ നിന്നാണ് പാലിൻ്റെ പുഴ ഒഴുകുന്നത്. റഹ്മാൻ എന്ന പദത്തിൽ നിന്നാണ് കള്ളിൻ്റെ പുഴ ഒഴുകുന്നത്. റഹീം എന്ന പദത്തിൽ നിന്നാണ് തേനിൻ്റെ പുഴ ഒഴുകുന്നതെന്നാണ്. എന്നിട്ട് അവിടെ വെച്ച് നബിതങ്ങൾക്ക് അറിയിക്കപ്പെട്ടു, എന്ത്? നബിയെ, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്നും ആരെങ്കിലും നല്ല മനസ്സോടെ, നല്ല ഹൃദയത്തോടെ, നിഷ്കളങ്കതയോടെ എന്ത് കാര്യം ചെയ്താലും, എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മി പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ 4 പുഴയിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ അള്ളാഹു ആകുന്ന ഞാൻ അവർക്ക് അവസരം കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റമദാൻ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് റമദാനിലൊക്കെ ഈ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി നമ്മൾ പറഞ്ഞാൽ ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസം നമുക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരുമാറാവട്ടെ. റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നമ്മുടെ നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം,
അൽഹംദുലില്ലാ അതുപോലെ ദിക്ർ സ്വലാത്തുകൾ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറുകൾ ബറക്കാത്തുകൾ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറായ സമയത്ത് ആ പുണ്യഭൂമിയിലെത്താനും ഇബാദത്തുകൾ ചെയ്യാനും അവസരം നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്, രോഗങ്ങളാണ്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു തആല ശിഫാ പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.